അപ്പം അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞു. തിരുവനന്തപുരത്താണുള്ളത്. ഇന്നലെ ഇവിടെ വന്നു. ആദ്യമായിട്ടാണ് പൊങ്കാല നേരിട്ട് കണ്ടത്. ഞാനിന്നൊരു ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ചോദിച്ചു പൊങ്കാല ഇട്ടു പോകുന്നു. സത്യം പറഞ്ഞാൽ ഫോട്ടോഷൂട്ട് മാത്രമേ ഉണ്ടായുള്ളൂ, പൊങ്കാല ഇട്ടില്ല. പൊങ്കാല ഇടാൻ ആദ്യം ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് കാണുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ട് തന്നെ കണ്ടു. പിന്നെ ഞാൻ താമസിച്ചത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. ഈ വീട്ടിൽ 21 ആളുകൾ ഇന്ന് പൊങ്കാല ഇട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊങ്കാല ഇടുന്നത് ഇത്ര വലിയൊരു എഫേർട്ടാണെന്ന് ഇന്നാണ് മനസ്സിലായത്. കാരണം ഞാൻ വീഡിയോ എടുക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പൊങ്കാല അടുപ്പ് കത്തിച്ച് ഈ 21 അടുപ്പും അങ്ങ് കത്തി പുകഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണീന്ന് വെള്ളം വരുന്നു, മൂക്കീന്ന് വെള്ളം വരുന്നു, ശ്വാസം മുട്ടുന്നു. അങ്ങനെ ആകെ കൂടെ ഒരു എന്താ പറയുക സംഘർഷം വരുന്നത്. നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. ആളുകളൊക്കെ ഈ വെള്ളത്തോർത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇത് നല്ലൊരു എഫേർട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും ആ തീയിൻ്റെ ചൂടും പുറത്തുള്ള ചൂടും അങ്ങനെ എല്ലാം കൂടെ ഉണ്ടല്ലോ, ശരിക്കും അത് വലിയൊരു എഫേർട്ടാണ്. ഇന്നലെ ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ ജംഗ്ഷനിലും പാട്ടും ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് കേട്ടോ. എനിക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, സ്ത്രീകൾ ഈ ഒരു പൊങ്കാലിടാനായിട്ട് വരുന്നുണ്ടല്ലോ. എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്നുള്ളത് സത്യമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അടുത്ത വർഷവും ഇത് കാണാൻ തന്നെ ഞാൻ വരും. എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ അനുഭവം? ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നോ? പറയണേ.